വചനം ഒന്ന് ശ്രദ്ധിക്കാൻ. കർത്താവിന്റെ നല്ല വചനം ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 16-ാം വാക്യം. ലൂക്ക് ചാപ്റ്റർ 10 വേഴ്സ് നമ്പർ 16. വചനം ഇങ്ങനെ പറയുന്നു. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു. Then he said to his, anyone who accepts your message is also accepting me, and anyone who rejects you is rejecting me, and anyone who rejects me is rejecting God who sent me. വായിക്കാം. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എന്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എന്റെ വാക്ക് കേൾക്കുന്നു. എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. ആമേൻ, സ്തോത്രം. അപ്പം കർത്താവിന്റെ വചനത്തിനകത്ത് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുക, സുവിശേഷ വേലയ്ക്ക് വേണ്ടി പറഞ്ഞയക്കുക. അതിനകത്ത് ഈ 72 ശിഷ്യന്മാര്, ഡിസൈപ്പിൾസ്, അതിനകത്ത് ഈ 72 ശിഷ്യന്മാര്, ഡിസൈപ്പിൾസ്, 72 ഡിസൈപ്പിൾസ്. നമ്മൾ ലൂക്കാസ് സുവിശേഷം 10-1 വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. ലൂക്കാസ് സുവിശേഷം 10-1, അതിനകത്ത് യേശു കർത്താവ് 72 പേരെ തെരഞ്ഞെടുത്തിട്ട് തൻ്റെ മുൻപാകെ, യേശുവിൻ്റെ മുൻപാകെ ഈ രണ്ട് പേരായിട്ട് അവരെ പറഞ്ഞയച്ചു എല്ലാ പട്ടണങ്ങളിലും. യേശു കർത്താവ് പോകാൻ ഉദ്ദേശിച്ച എല്ലാ പട്ടണങ്ങളിലും യേശുവിൻ്റെ മുൻപേ ഇവരെ ഈ രണ്ട് പേരായിട്ട് യേശു സുവിശേഷം ചെന്ന് പറയാൻ. എന്നിട്ട് യേശു അവിടെ പറയുക, ആരെങ്കിലും നിങ്ങൾ പറയുന്ന വാർത്ത അവര് കൈക്കൊണ്ടാൽ, അവര് കേട്ടാൽ, അവരെന്നെ സ്വീകരിക്കുന്നതിന് തുല്യമാ, അവരെന്നെ കൈക്കൊള്ളുന്നതിന് തുല്യമാ. പക്ഷെ നിങ്ങൾ പറയുന്നത് തള്ളിക്കളഞ്ഞാലോ? അല്ല, അവര് എന്നെ തള്ളിക്കളയുന്നതിന് തുല്യമാ. എന്നെ തള്ളിക്കളഞ്ഞാലോ? ഹല്ലേലൂയ, അവരെന്നെ അയച്ച എൻ്റെ സ്വർഗീയ പിതാവിനെ തള്ളിക്കളയുക. അപ്പൊ നമ്മളിത് ഇങ്ങനെ വെറുതെ ഓർഡിനറി ആയിട്ട് വായിച്ചു പോകല്ലേ, സ്തോത്രം. പക്ഷെ കർത്താവ് ഇവിടെ എന്താ പറയുന്നത്? കർത്താവ് ഇവർക്ക് അധികാരം കൊടുക്കുക. യേശു കർത്താവ് ഇവരെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് അയക്കുക. എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് ഈ 72 ശിഷ്യന്മാരെ തൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവരായിട്ട് അയക്കുക, റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് അയക്കുക. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ അധികാരത്തോടെ ഇവരെ അയക്കുക, യേശുവിന് നഗരക്കാരായി ഹല്ലേലൂയ അയക്കുക. ഇവര് പറയുന്ന വാക്ക് യേശു പറയുന്നതിന് തുല്യമായി അധികാരത്തോടെ ഇവരെ അയക്കുക. ഹല്ലേലൂയ. ഒരു സിമ്പിൾ ഉദാഹരണം എടുത്താല്, നമ്മള് ഒരു ഗവൺമെന്റ് ഓഫീസർ, ആ ആള് ഗവൺമെന്റിന്റെ സ്ഥാനത്ത് നിന്ന് സംസാരിക്കുന്നത് അല്ലെ. അപ്പം ഗവൺമെന്റ് സംസാരിക്കുന്നതിന് തുല്യമാണ് ഒരു ഗവൺമെന്റ് ഓഫീസർ സംസാരിക്കുന്നത്. ഒരു ഇച്ചിരിയും കൂടി ഒരു ഉദാഹരണം നോക്കിയാൽ, ഒരു പോലീസ് ഓഫീസർ, ഈ പോലീസ് ഓഫീസർ യൂണിഫോം ഇട്ടോണ്ടാ എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് എടുക്കുന്നത്. ഈ യൂണിഫോമിനെ നമ്മളൊക്കെ ബഹുമാനിക്കുന്നത്. നമ്മൾ ദൂരേനെ ഒരു പോലീസ് ഓഫീസറിന്റെ യൂണിഫോം കണ്ടാല് നമ്മൾ ദൂരേനെ നമ്മൾ പറയും, ഓ പോലീസ് അവിടെ നിൽപ്പുണ്ട്, നമ്മൾ അതിനെ ബഹുമാനിക്കും അല്ലെ. അപ്പം ഈ പോലീസ് ഓഫീസർ വഴക്ക് പറയുവോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്താല്, ഒരു തീരുമാനമെടുത്താൽ, അത് ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനത്തിന് തുല്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്ന് വെച്ചാൽ അധികാരത്തിലിരിക്കുന്നു ഈ പോലീസ് മാൻ, അല്ലെങ്കിൽ ഈ പോലീസ് വുമൺ, ഈ പോലീസ് ഓഫീസർ അധികാരത്തിലിരിക്കുന്നു. അവരുടെ യൂണിഫോം അധികാരത്തിനെ വിളിച്ചു പറയുന്നു. അവരെടുക്കുന്ന തീരുമാനങ്ങള് ഗവൺമെന്റ് എടുത്ത തീരുമാനത്തിന് തുല്യം എന്ന് നമ്മൾ കാണുന്നു. പക്ഷെ ഈ പോലീസ് ഓഫീസർ തൻ്റെ യൂണിഫോം ഊരി വെച്ചാലോ, എത്ര നമ്മൾ ആ ആളിനെ പിന്നെ ആ സാധാരണ ഒരു ആളായിട്ടേ കാണത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു പോലീസ് ഓഫീസറായിട്ട് കാണത്തില്ല. എന്നുവെച്ചാൽ തൻ്റെ യൂണിഫോം ഊരി വെച്ചു. അപ്പൊ യൂണിഫോം ധരിക്കുമ്പം തനിക്കൊരു അധികാരമുണ്ട്, താൻ ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു, തൻ്റെ വാക്കുകൾ താൻ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ. ഇതേപോലെ തന്നെ യേശു കർത്താവ് ഇവർക്ക് അധികാരം കൊടുത്തിട്ട് ഇവരെ പറഞ്ഞയക്കുക. ഹല്ലേലൂയ. യേശു ഇവർക്ക് ചില ഉത്തരവാദിത്തങ്ങളും ഒക്കെ കൊടുത്ത് ഇവരെ പറഞ്ഞയക്കുക. എന്നിട്ട് യേശു ഇവരോട് പറയാ, ഞാൻ സംസാരിക്കുന്നതിന് തുല്യമാ
നിങ്ങൾ സംസാരിക്കുന്നത്. ഓ സ്തോത്രം. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അതിൻ്റെ മേൽ അപ്രൂവൽ ഇട്ടിരിക്കുക. നിങ്ങൾ പറയുക യേശുവിൻ്റെ നാമത്തിൽ ഇങ്ങനെ അത്ഭുതം നടക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പറയുക വിടുതൽ സംഭവിക്കണം, പ്രശ്നം മാറണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ സുവിശേഷം നിങ്ങൾ പറയാൻ, നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ഞാൻ പറയുന്നതിന് തുല്യമാ. എത്ര അധികാരമാ യേശു ഇവർക്ക് കൊടുത്തിരിഞ്ഞാൽ യേശുവിനെ കല്ലെറിയുന്നതിന് തുല്യമാ, സ്വർഗരാജ്യത്തിനെ കല്ലെറിയുന്നതിന് തുല്യമാ. അല്ല, ഇന്ന് നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ നാമത്തിൽ എവിടെങ്കിലും പോയാൽ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ പറയാ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് ഈ ഭവനം വിട്ടു പോകുന്നത്, ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് യേശുവിൻ്റെ നാമത്തിലാണ് പോകുന്നത്. അല്ലെ, ഞാൻ പോകുന്ന എൻ്റെ ജോലി സ്ഥലത്തേക്ക് യേശുവിൻ്റെ നാമത്തിലാണ് പോകുന്നത്. അല്ലെ, ഞാൻ പോകുന്നിടത്ത് അനുഗ്രഹമായി തീരും, ഞാൻ പോകുന്നിടത്ത് ഞാൻ ഉയർച്ച പ്രാപിക്കും, ഞാൻ പോകുന്ന എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ വാലല്ല, ഞാൻ തലയാണ്, യേശുവിൻ്റെ നാമത്തിൽ ഇങ്ങനെ തന്നെയാ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ പോകുമ്പോൾ സ്തോത്രം, നമ്മൾ ആ ജോലി സ്ഥലത്ത് യേശുവിയായിട്ടാണ് ചെല്ലുന്നത്. അല്ലെ, യേശുവിൻ്റെ നാമത്തിലാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. നമ്മൾക്ക് എതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ യേശുവിന് ചെയ്യുന്നതിന് തുല്യമാ. ഹല്ലേലൂയ. ഒരു പോലീസ് ഓഫീസറിനെ നമ്മൾ ആരെങ്കിലും കല്ലെറിയുവോ? നമ്മൾ കല്ലെറിഞ്ഞാൽ ഗവൺമെന്റിനെ കല്ലെറിയുന്നതിന് തുല്യമാ. ഗവൺമെന്റ് എന്ത് ചെയ്യും? ഗവൺമെന്റ് നമ്മളുടെ എതിർ നീങ്ങാൻ തുടങ്ങും. അതേപോലെ തന്നെ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ നടക്കുമ്പോൾ സ്തോത്രം, ആരെങ്കിലും നമ്മളെ കുറ്റം പറഞ്ഞാൽ, നമ്മളെ കല്ലെറിഞ്ഞാൽ, നമ്മൾ കേൾക്കാതെ ചിലപ്പോൾ ഒരു വീട്ടിനകത്ത് രണ്ടുപേര് തമ്മിൽ അതാണ്ട് ആ രജനി ഉണ്ടല്ലോ അങ്ങനെയാ അവള് എന്ന് പറഞ്ഞ് ആരെങ്കിലും അവിടെ ഇരുന്ന് കുറ്റം പറയും, എൻ്റെ അഭിഷേകം ചെയ്ത കുഞ്ഞിനെയാ ഇവരിരുന്ന് കുറ്റം പറയുന്നത്. അല്ലെ, ഇവളെ കുറ്റം പറയുന്നത് സ്വർഗത്തിനെ കുറ്റം പറയുന്നതിന് തുല്യമാ. ഹല്ലേലൂയ. സ്വർഗം അതിൻ്റെ നേരെ നടപടിയെടുക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഇതൊരു വലിയ കാര്യമാ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ആരെങ്കിലും അതാ ഞാൻ ഇത്ര സിമ്പിളായിട്ട് പറയാൻ ശ്രമിക്കുന്നത്, ഒരു പോലീസ് ഓഫീസറിനെ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിനെയോ ഒരു അംബാസഡറിനെയോ ആരെങ്കിലും കല്ലെറിഞ്ഞാൽ ആരാ നടപടി എടുക്കുന്നത്? പോലീസ് ഓഫീസർ അല്ല നടപടി എടുക്കുന്നേ, അംബാസഡർ അല്ല നടപടി എടുക്കുന്നേ, ഇന്ത്യ ഗവൺമെന്റ് നടപടി എടുക്കും. അല്ലേ? അതേപോലെ തന്നെ നിങ്ങളും ഞാനും ഹല്ലേലൂയ യേശുവിൻ്റെ നാമത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ മതി, സ്വർഗം അതിന് നടപടിയെടുക്കും. ഹല്ലേലൂയ. യേശു കർത്താവ് പറയാ, അവര് നിങ്ങൾ പറയുന്നത് കേട്ടാൽ എന്നെ സ്വീകരിക്കുക, എന്നെ അയച്ച പിതാവിനെ സ്വീകരിക്കുക. പക്ഷെ അവര് നിങ്ങൾ പറയുന്നത് എതിർത്താൽ അവരെന്നെ എതിർക്കുവാണ്, എന്നെ അയച്ച പിതാവിനെ എതിർക്കുവാണ്, അവര് സ്വർഗരാജ്യത്തിനെ എതിർക്കുവാണ്. ഹല്ലേലൂയ. ആരെങ്കിലും നിങ്ങളെ കല്ലെറിഞ്ഞാൽ ഞാൻ അതിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടത് ഞാൻ ചെയ്യാം. എന്താ? അവര് കല്ലെറിഞ്ഞാൽ നിങ്ങളെ അല്ല കല്ലെറിയുന്നത്, അവരെന്നെയാ കല്ലെറിയുന്നേ, എന്നെ അയച്ച സ്വർഗത്തിനെയാ കല്ലെറിയുന്നേ. ഹല്ലേലൂയ. ഇതൊരു വലിയ കാര്യമാ. എന്നുവെച്ചാൽ കർത്താവ് ഇന്ന് അവരോട് മാത്രമല്ല നമ്മളോടും പറയുക, സ്തോത്രം, ദൈവത്തിന് നമ്മളുടെ മേൽ ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന് മഹത്വം. എന്നിട്ട് വചനം ഇവിടെ പറയുക 17-ാം വാക്യത്തിനകത്ത്, 17-ാം വാക്യം ഒന്ന് വായിച്ച്. 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ഞങ്ങൾക്ക് ഭൂതങ്ങളും കീഴടങ്ങുന്നു. എന്താ കീഴടങ്ങാൻ കാരണം? നിന്റെ നാമം ഞങ്ങൾ ഉപയോഗിച്ചു. ഞങ്ങൾ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ എന്ന് ഞങ്ങൾ പറഞ്ഞു. കണ്ടോ? അല്ലയാ, ശിഷ്യന്മാര് പറയുന്നത് ശ്രദ്ധിക്കണം. അവർ പറയുന്നു, ലോർഡ്, ഈവൻ ദ ഡീമൺസ് ഒബേ us when we use your name. ഗുരു, ഞങ്ങള് അങ്ങയുടെ നാമം ഉപയോഗിക്കുമ്പോൾ ഭൂതങ്ങളും ഞങ്ങളെ അനുസരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം യേശു കർത്താവിൻ്റെ നാമം ഈ 72 ശിഷ്യന്മാര് പട്ടണങ്ങളിൽ ചെന്ന് ഉപയോഗിച്ചപ്പം അവിടെ ഭൂതങ്ങള് വിട്ടോടിപ്പോയി, ഭൂതങ്ങള് ഭയന്ന് വിറച്ച് ഓടിപ്പോയി. സ്തോത്രം. ശ്രദ്ധിക്കണം. യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ഇത് സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ആത്മാവ് ഇവരുടെ മേല് വരുന്നതിന് മുമ്പ് ഈ ശിഷ്യന്മാർ ഇറങ്ങി നടന്ന് ഭൂതങ്ങളെ ഓടിച്ചപ്പം ഭൂതങ്ങൾ ഇവരുടെ മുമ്പിൽ കീഴടങ്ങിയത്. എന്ന് പറഞ്ഞാൽ
ഇവര് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ ഹല്ലേലൂയ ഇവര് യേശുവിന്റെ നാമത്തില് ഭൂതങ്ങൾ വിട്ടുപോകാൻ പറഞ്ഞപ്പോൾ ഇവരെ അനുസരിച്ച് ഭൂതങ്ങൾ വിട്ടുപോയെങ്കിൽ ഇവര് ഇതുവരെയായിട്ടും ആദമീക ഇതിൽ നിൽക്കുക. ഇവര് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടില്ല. അങ്ങനെ അവിടെ അത്ഭുതം നടക്കുവാണെങ്കിൽ ഇന്ന് നിങ്ങളും ഞാനും യേശു കർത്താവിലായി യേശുവിനെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വന്ന് അങ്ങനെയെങ്കിൽ നമ്മൾ യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് എവിടെങ്കിലും ചെന്ന് നിൽക്കുവാണെങ്കിൽ അവരെക്കാട്ടിലും അധികാരം ഇന്ന് നമ്മളുടെ മേൽ പകർന്നിട്ടുണ്ട്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയിട്ട് പരിശുദ്ധാത്മാവിനെ അയക്കും. ഇതെല്ലാം പറഞ്ഞിട്ട് യേശു പറഞ്ഞു, നിങ്ങള് ഞാൻ ചെയ്തതിലും വലിയ അത്ഭുതങ്ങൾ നിങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. എന്താ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുള്ളത് കൊണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറയുമ്പോൾ അത്ഭുതങ്ങൾ ചെയ്യുന്നത് കൊണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ അന്ന് യേശു അയച്ച 72 ശിഷ്യന്മാരെ കാട്ടിലും അധികാരത്തിലായി ഇന്ന് നമ്മൾ 72 ശിഷ്യന്മാരെ കാട്ടിലും അധികാരത്തിലായി ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എത്ര വലിയ പദവിയാ ഇന്ന് നിങ്ങൾക്കും എനിക്കും ഉള്ളത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടികൾ ലഭിക്കാതെ പോകത്തില്ല. നമ്മൾ ഒരു ഇടത്ത് ചെല്ലുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ അത്ഭുതം, അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കും. എന്താന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ യേശുവിന്റെ നാമം ഉപയോഗിക്കുന്നത് കൊണ്ട്. രണ്ട്, നമ്മളുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയും അധികാരവും കൊണ്ട്. ആത്മാവ് വരുമ്പോൾ ശക്തിയും അതിന്റെ കൂടെയുണ്ട്. ദൈവത്തിന്റെ ശക്തിയും കഴിവും. അപ്പോസ്തല പ്രവൃത്തി 2 പറയുന്നു, അവരോരോരുത്തരും പുതിയ ഭാഷകളിൽ സംസാരിച്ചു. എങ്ങനെ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുത്ത കഴിവനുസരിച്ച്, അക്കോർഡിംഗ് ടു ദി എബിലിറ്റി ഗിവൻ ടു ദം ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുത്ത എബിലിറ്റി, അവരോരോരുത്തരും സംസാരിച്ചു. ഹല്ലേലൂയ. അപ്പം പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ കഴിവ് നമുക്ക് തരുന്നു, ശക്തി നമുക്ക് തരുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ അവർ 72 പേര് പട്ടണങ്ങളിൽ പോയി ഭൂതങ്ങൾ ഓടിപ്പോയെങ്കിൽ നമ്മളുടെ ഹല്ലേലൂയ നിൽക്കുന്നിടത്ത് നമ്മൾ യേശുവിന്റെ നാമം ഹല്ലേലൂയ, ഭൂതങ്ങൾ മാത്രമല്ല വിട്ടുമാറി പോകുന്ന വിഷയങ്ങൾ നേരെയാകും. സാമ്പത്തിക വിടുതലുകൾ നടക്കും, ആരോഗ്യ വിടുതലുകൾ നടക്കും, കുടുംബ ജീവിതങ്ങൾ യോജിക്കും, ദേശങ്ങൾ വിടുവിക്കപ്പെടും. എത്ര വലിയ മഹാ അത്ഭുതങ്ങൾ നടക്കും. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, 4-ാം അധ്യായത്തിൽ പറയുന്നു, യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, 4-ാം അധ്യായത്തിൽ പറയുന്നു, ഡ്രോ ക്ലോസ് ടു ഗോഡ് ആൻഡ് ഗോഡ് വിൽ ഡ്രോ ക്ലോസ് ടു യു. നിങ്ങൾ ദൈവത്തിനോട് അടുക്കും തോറും, പറ്റിച്ചേരും തോറും ദൈവം നിങ്ങളോട് പറ്റിച്ചേരും. ഹല്ലേലൂയ, സ്തോത്രം. കം ക്ലോസ് ടു ഗോഡ് ആൻഡ് ഗോഡ് വിൽ കം. 4-ന്റെ 7-8 വായിക്കാം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവേൻ, പിശാചിനോട് എതിർത്ത് നിൽക്കുവേൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവേൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. മതി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നമ്മൾ എത്രത്തോളം ദൈവത്തിനോട് അടുക്കുന്നോ അത്രത്തോളം നമുക്ക് പിശാചിനെ എതിർത്ത് നിൽക്കാൻ സാധിക്കും. എത്രത്തോളം നാം ദൈവത്തിലോട്ട് അടുക്കുന്നോ അത്രത്തോളം പിശാചിന്റെയും പിശാചിന്റെ സകല തന്ത്രത്തെയും നമുക്ക് എതിർത്ത് നിൽക്കാൻ സാധിക്കും. നമുക്ക് ഹല്ലേലൂയ അതിനെ തോൽപ്പിക്കാൻ സാധിക്കും. ലൂക്കാസ് സുവിശേഷം 10-18 യേശു കർത്താവ് പറയുക, 18-19 യേശു കർത്താവ് പറയാ, ഞാൻ മിന്നല് പോലെ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. സ്തോത്രം. നമ്മൾ ദൈവത്തിനോട് അടുക്കും തോറും ദൈവം നമ്മളിലോട്ട് അടുക്കുക. ഹല്ലേലൂയ. അപ്പം ശക്തനായവൻ നമ്മളിൽ അടുക്കും തോറും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. കൂടാതെ യേശു കർത്താവ് പറയാ, നിങ്ങൾ എൻ്റെ നാമം ഉപയോഗിക്കുക. അപ്പം നമ്മൾ കർത്താവിന്റെ നാമം ഉപയോഗിച്ച്, യേശുവിലോട്ട് നാമം ഉപയോഗിച്ച്, യേശുവിലോട്ട് നമ്മൾ കൂടുതൽ അടുത്ത് യേശുവിന്റെ നാമം നമ്മൾ ഉപയോഗിക്കുമ്പോൾ, വചനം കൂടുതൽ ധ്യാനിക്കുമ്പോൾ നമ്മളുടെ മേൽ തന്നിരിക്കുന്ന അധികാരം എന്ത് ചെയ്യും? സാത്താന്റെ സകല തന്ത്രങ്ങളെയും തകർക്കുവാൻ നമ്മളുടെ മേൽ ആ ശക്തി പകർന്നിട്ടുണ്ട്. തിരുവചനോടെ യാക്കോബിന്റെ ലേഖനം പറയുന്നു, പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. നമ്മളിപ്പോ കർത്താവിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കും തോറും കർത്താവ് നമ്മളിലേക്ക് അടുക്കും. നമുക്ക് പിശാചിനെയും പിശാചിന്റെ തന്ത്രങ്ങളെയും എതിർത്ത് നിൽക്കുവാനായിട്ട് കർത്താവ് നമുക്ക് ശക്തി തരും. ഹല്ലേലൂയ. വിവേകം തരും, ജ്ഞാനം തരും. നമ്മൾ എതിർത്ത് നിൽക്കും തോറും പിശാച് നമ്മളെ വിട്ട് നമ്മൾ എതിർത്ത് നിൽക്കും തോറും പിശാച് നമ്മളെ വിട്ട് ഓടിപ്പോകും. പിശാചിന്റെ തന്ത്രം
തന്ത്രങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോകും. പിശാചിന്റെ സകല കള്ളത്തരങ്ങളെ നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. ലൂക്ക 10:19. ഹല്ലേലൂയ. ദേ നോക്ക്, നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. എന്താണ്? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഓക്കെ, മലയാളം ട്രാൻസ്ലേഷനകത്ത് ഡയറക്ട്ലി അങ്ങനെയാ പറയുന്നത്. പക്ഷെ ഇംഗ്ലീഷിനകത്ത് ഇങ്ങനെയാ പറയുന്നത്, ലുക്ക്, ഐ ഹാവ് ഗിവൻ യു അതോറിറ്റി. നോക്ക്, ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. അപ്പൊ കർത്താവ് നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾക്ക് ഞാൻ അധികം. അപ്പൊ നമ്മൾ നോക്കിയാൽ അത്ഭുതക്കൊണ്ടിരിക്കുമ്പം തന്നെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ അവിടെ അത്ഭുതം നടക്കും. യേശു പറയാം, അതെ നിങ്ങൾ നോക്ക്, ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുക. ഹല്ലേലൂയ. ശത്രുവിന്റെ സകല ശക്തിയുടെ മേലും ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുക. നിങ്ങൾ പാമ്പിന്റെ മേലും സ്കോർപ്പിയൻസ്, അതിനെയൊക്കെ പാമ്പിന്റെ മേൽ നിങ്ങൾ നടക്കും. സ്കോർപ്പിയൻസ് അതിന്റെ മേൽ നടക്കും. നിങ്ങൾ അതിനെ അരച്ച് ഞെരടി അരച്ചു കളയും. നിങ്ങളെ ദ്രോഹിക്കത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് എന്നാ വലിയ അധികാരമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ അധികാരത്തിലാണോ നമ്മൾ മൂവ് ചെയ്യുന്നത്? നമ്മൾ ഓരോ ദിവസം രാവിലെ എഴുന്നേറ്റ് എന്തൊരു ദിവസം, ഓരോ ദിവസം രാവിലെ എഴുന്നേറ്റ് എന്തൊരു ദിവസമാ കർത്താവ്, ഇനി എന്തോ സംഭവിക്കുമോ എന്തോ, ഇന്ന് ഇങ്ങനെയാണോ എന്തോ എന്ന് പറഞ്ഞല്ല എഴുന്നേക്കേണ്ടത്. കർത്താവേ സ്തോത്രം, നന്ദി, എനിക്ക് തന്നിരിക്കുന്ന പുതിയ ദിവസത്തിനായി സ്തോത്രം. ഞാൻ ആരാണെന്ന് എന്നെ അറിയിപ്പിച്ച് തന്നിരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. എന്റെ മേൽ കർത്താവെ അങ്ങ് അധികാരം പകർന്നിരിക്കുന്നതിനായി സ്തോത്രം. ഞാൻ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ, നമ്മൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകുവാണെങ്കിൽ, അല്ലെ, നമ്മൾ ആ ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ആ പോകുന്ന ഇടത്തിന്റെ അനുസരിച്ച് നമ്മൾ വേഷമിടും, അല്ലെ. നമ്മളൊരു നല്ലൊരു ഫംഗ്ഷൻ ഉള്ള ഒരു സ്ഥലത്ത് പോകുവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഫോമൽ ആയിട്ടുള്ള അറ്റയർ ഇടും, നല്ല ഫോമൽ ക്ലോത്ത്സ് ഒക്കെ ഇടും. ഇവിടെ ആണെങ്കിൽ ഞങ്ങൾ ജാക്കറ്റ് ഇടും, അല്ലെങ്കിൽ ഞങ്ങളൊരു സൂട്ട് ഇടും, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഡ്രസ്സ് ഇടും, അതിൻ്റെ ഒരു സ്കാർഫ് ഒക്കെ ഇടും, നല്ല ഫോമലായിട്ട് പോകും. അല്ലെങ്കിൽ ഒരു സാരി ഉടുക്കും, അങ്ങനെയൊക്കെ ഫോമലായിട്ട് പോകും. അല്ലെങ്കിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ജീൻസും ഒരു ഷർട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാഷ്മീസ് എന്തെങ്കിലും അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് പോകും. സ്തോത്രം. പക്ഷെ യേശു നമ്മളോട് പറയുവാണ്, നമ്മൾ ദൈവമക്കളാണ്. യേശു നമ്മളെ നിയമിച്ചിരിക്കുക, സ്വർഗരാജ്യത്തിന്റെ അധികാരികളായി നമ്മളെ നിയമിച്ചിരിക്കുക. യേശു പറഞ്ഞു, നിങ്ങൾ പോയി പറയുമ്പോൾ ഞാൻ പറയുന്നതിന് തുല്യ, നിങ്ങൾ പറഞ്ഞത് അവര് സ്വീകരിക്കുമ്പോൾ എന്നെ അവർ സ്വീകരിക്കുക. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഓരോ സ്വീകരിക്കുക. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ഞാൻ അധികാരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ ക്രിസ്തുവിനെ ധരിച്ച വ്യക്തിയാണ്, ഞാൻ തേജസ് അണിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ തേജസ്സോടെയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്ന ഓഫീസിൽ, ഞാൻ കയറുന്ന ബസ്സിൽ, ഞാൻ പോകുന്ന ഗവൺമെന്റ് സ്ഥാപനത്തിൽ, ഞാൻ പോകുന്ന സൂപ്പർ മാർക്കറ്റില്, എല്ലായിടത്തും ഞാൻ യേശുവിനെ ധരിച്ചോണ്ടാ ഞാൻ പോകുന്നത്. ഹല്ലേലൂയ. ഞാൻ യേശുവിനെ ധരിച്ചോണ്ട് പോകുമ്പോ സ്തോത്രം, ഞാൻ യേശുവിന്റെ അധികാരത്തിലാണ് നടക്കുന്നത്. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന വാതിലുകൾ തുറക്കും, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതങ്ങൾ വീണു പോകും, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങൾ എന്നോട് എതിരെ സംസാരിക്കുന്നവരും മിണ്ടാതെ ഇരിക്കും. ഹല്ലേലൂയ. എന്നോട് കുറ്റം വിധിക്കുക, എന്നെ കുറ്റം പറയുന്നവര് വായടച്ച് മിണ്ടാതിരിക്കും. സ്തോത്രം. ഞാൻ അത്ഭുതം കാണും. ഈ കാഴ്ചപ്പാടോടെ വേണം നമ്മൾ പോകാൻ. ഞാൻ പോകുന്ന ജോലി സ്ഥലത്ത് ഞാൻ ക്രിസ്തുവിനെ ധരിച്ച് അധികാരത്തിൽ പോകുമ്പോൾ, ഞാൻ പോകുന്ന ജോലി സ്ഥലത്ത് ഞാൻ ക്രിസ്തുവിനെ ധരിച്ച് അധികാരത്തിൽ പോകുമ്പോൾ, ഞാൻ പോകുന്ന ജോലി സ്ഥലത്ത് ഞാൻ ഉയർച്ച പ്രാപിക്കും, ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ വാലല്ല തലയായി തീരും. ഹല്ലേലൂയ. എനിക്കൊരു സെയിൽസ് ടാർഗറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പോകുന്ന ജോലി സ്ഥലത്ത് മറ്റുള്ളവരെക്കാട്ടിലും അധികം ഞാൻ ജോലി നന്നായിട്ട് ചെയ്യും. എനിക്ക് ആ ഇഷ്ടമുണ്ടാകും. സ്തോത്രം. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാ പാമ്പിനെയും തേളിനെയും എല്ലാത്തിനെയും നിങ്ങൾക്ക് ചവിട്ടുവാൻ ഞാൻ അധികാരം തന്നിരിക്കുക. അല്ലെ, ആരോടാ ഇത് പറഞ്ഞ്? സ്തോത്രം. പരിശുദ്ധാത്മാവിനെ ലഭിക്കാത്ത ശിഷ്യന്മാരോടാ പറഞ്ഞ്. സ്തോത്രം. ഇന്ന് നമ്മൾ ഓരോരുത്തരും അതിലും വലിയ പദവിയിലാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. യേശുവിനെ സ്വീകരിച്ച് സ്വന്തം മക്കള്, പരിശുദ്ധാത്മാവ് എന്ന് നാം യേശു എൻ്റെ കർത്താവാണെന്ന് പറയുന്നു, അന്ന് തൊട്ട് പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വന്ന് ഹല്ലേലൂയ നമ്മളെ വഴി നടത്തുന്ന സ്വന്തം ജനത്തിന് രാജകീയ പുരോഹിത വർഗത്തിനോടാ പറയുന്നതെന്ന്. ഹല്ലേലൂയ. നമ്മളെ എത്ര വലിയ അധികാര പദവിയിലാണ് നമ്മളെ ഇരുത്തിയിരിക്കുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞേ എൻ്റെ എതിരെ ഒരു ശക്തിക്കും നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഉയർത്തെഴുന്നേറ്റ് കർത്താവിൻ്റെ
അധികാരത്തിലാണ് ഞാൻ നിൽക്കുന്നത്, എൻ്റെ അധികാരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ എതിരെ ഒരു ശക്തിക്കും നിൽക്കാൻ പറ്റത്തില്ല. ഒരു മാനുഷ്യ ശക്തിക്കോ അമാനുഷ്യ ശക്തിക്കോ എൻ്റെ എതിരെ നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറഞ്ഞേ, ഞാൻ സാധാരണ രീതിയിലല്ല ഞാൻ നീങ്ങുന്നത്, ഞാൻ അസാധാരണ ഒരു തലത്തിലാണ് ഞാൻ വസിക്കുന്നത്. ഐ ആം ലിവിങ് ഇൻ ദ സൂപ്പർ നാച്ചുറൽ. ഹല്ലേലൂയ. ഞാനൊരു അമാനുഷികമായ തലത്തില് ഞാൻ ജീവിക്കുന്നത്, ഒരു അസാധാരണമായ തലത്തില് ഞാൻ നീങ്ങുന്നത്. ഹല്ലേലൂയ. ഞാൻ യേശുവിൻ്റെ അധികാരത്തില് ഞാൻ നീങ്ങുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് വിശ്വസിച്ചേ. ഹല്ലേലൂയ. ഇത് പുതിയ ഒരു സീസണാണ്, പുതിയ ആരംഭങ്ങൾ കുറിക്കുന്ന ഒരു സീസണാണ്. ഹല്ലേലൂയ. ഈ സീസണിൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന സകല തടസ്സങ്ങളും ഹല്ലേലൂയ അത് നീങ്ങും, അത് വഴിമാറും, അത് ഇടിഞ്ഞു താഴെ വീഴും. ഹല്ലേലൂയ. ഞാൻ വലിയ അനുഗ്രഹത്തിനകത്തേക്കും അത്ഭുതത്തിനകത്തേക്കും ഞാൻ കയറും. എൻ്റെ മുമ്പിൽ സാത്താൻ വിറച്ചോടുന്നത് ഞാൻ കാണും, എൻ്റെ കണ്ണുകളാൽ കാണും. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ഏറ്റവും ബ്ലെസ്ഡ് ആയിരിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചത് ലൂക്കാ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 16 തൊട്ട് ഹല്ലേലൂയ 10 വാക്യങ്ങൾ. അതിൻ്റെ 20-ാം വാക്യത്തിനകത്ത് യേശു കർത്താവ് പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങൾ സന്തോഷിക്കേണ്ടത് ഭൂതങ്ങൾ നിങ്ങളെ അനുസരിക്കുന്നതിനെ ഓർത്തല്ല, പക്ഷെ നിങ്ങൾ സന്തോഷിക്കേണ്ടത് നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും പേര് സ്വർഗത്തിൽ എഴുതി വെച്ചിരിക്കുക. യേശു എൻ്റെ കർത്താവാണ്, നമ്മളുടെ ഓരോരുത്തരുടെയും പേര് സ്വർഗത്തിൽ എഴുതി വെച്ചിരിക്കുക. യേശു എൻ്റെ കർത്താവാണെന്ന് പറയുന്ന ദിവസം അല്ലെ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുക. ഹല്ലേലൂയ. എന്നാ വലിയ പദവിയാ നമുക്ക് തന്നിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ മുമ്പില് സകല തടസ്സങ്ങളും വഴിമാറും, സകല ഭൂതങ്ങളും ഓടിപ്പോകും, സകല നടക്കാത്തവർ തന്നെ ചെയ്യും. ഇന്ന് വിളിച്ചു പറഞ്ഞ്, ഞാൻ ക്രിസ്തു യേശുവിൽ ഞാനൊരു ജയാളിയ. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ തന്നെ.